കൂറാച്ചി കോക്രോച്ച്. അപ്പോൾ ഇപ്പം എന്താ ലൈവിൽ വന്നതെന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കുന്നു അരുണേട്ടനേടെ 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 അരുണേട്ടനേടെന്ന് എനിക്കും അറിയില്ല. ആ കൂറാച്ചിനെ മോൻ താക്കിയില്ലേ ചെവി പോട്ടോ. അവൻ എൻ്റെ ചെവി കയറാൻ താല്പര്യം ഉണ്ടായിക്കോട്ടെ. പോകുന്നില്ല. പിന്നെ വാപ്പി ഓട്ടോറിക്ഷ പോകുമ്പോ എന്റെ തൊപ്പിട്ടുണ്ടല്ലേ പോലും. ഇത് എന്റെ ടീഷർട്ട് അല്ലേ മോനെ? ഏടാ ഇത് എന്റെതാ. എടുത്തോ, എനിക്ക് വേണ്ട. എനിക്ക് ഒരു സ്റ്റാൻഡ് മേടിച്ച് താടേ. പൈസ എന്നെ ഉണ്ടാക്കിയ കാര്യമില്ല. കല്യാണം എന്റെ കല്യാണം കഴിഞ്ഞിട്ട് സ്റ്റാൻഡ് ഇട്ടിട്ട് കാര്യമില്ല. ഹലോ ഗൈസ്, അപ്പോൾ എന്തോ മുടി വരുന്നുണ്ട് ഗൈസ്. പിന്നെ അപ്പോൾ എല്ലാവർക്കും ഇന്ന കാണുന്നില്ല എന്നുള്ള പരാതി ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. സലീം നേരത്തെ വിളിച്ചപ്പോ പറയാണ് ഓനും കൂടിയാണ് ആ 2 ലെവലും വരെ വളർത്തിയത്. ശരിയല്ലേ? എന്നോട് അതേമാതിരി ഇന്നാണ് ഞങ്ങൾക്ക് ഒരു വിവരം വെച്ചത്. ഇന്ന് ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരാളെ കാണേണ്ട ഒരു സാഹചര്യം വന്നു. ആ ഒരു വ്യക്തി പറഞ്ഞതും ശരിയാണ്. കാരണം നമ്മളാൽ അല്ലെങ്കിൽ നമ്മൾ കാരണം കൊണ്ട് ഒരാൾ വലുതാവുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ പേര് ചൊല്ലി നമ്മളൊരു കമൻ്റ് ഇട്ടിട്ട് അതിന് ഓപ്പോസിറ്റായിട്ട് അവർ കമൻ്റ് ഇട്ട് പിന്നെ നമ്മളിട്ട് 100 ആളുള്ള ഓർക്ക് 600 ആളുടെ നമ്മൾ ആൾക്കാർ കാണുമ്പോൾ ഇവളെന്താ പറയുന്നത്, അത് ഓരോ ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ ഈ 600 ആളും ആ ആളത് കാണും. അപ്പോൾ എന്തായി, ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 600ഉം അവർക്കുള്ള 200 നോക്കുമ്പോൾ 700 ആൾ അവരതും കാണും. ആകെ അവർക്ക് 200 ആളേ ഉള്ളൂ. ഒരു 500 ആൾ നമുക്കും കൂട്ടിക്കോ. അപ്പം നമ്മൾ 500 അവർ 200 കൂടി കൂട്ടിയെല്ലാം കൂടി 700 ആൾ അവരത് കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ നിർത്തി. ഞങ്ങളിനി കണ്ട വേശികളും കണ്ട വൃത്തികെട്ടവളും കണ്ട ഈ കൾച്ചറില്ലാത്ത ആൾക്കാരും പറയുന്നതിന് വിപരീതമായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ ഇനിയിപ്പോൾ അവരെ തോന്നിയാസം പറയാനോ ഞങ്ങളില്ല. ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ സൈഡ് കൂടി ശരിക്കും പറയാൻ സത്യമാണ്. കാരണം ആപ്പ ഊപ്പ ടീമിനാ ഒരു ഉപകാരമില്ലാണ്ട് ഞങ്ങൾ ഇതാക്കി. പിന്നെ ഹരീഷ് കുമാർ സാർ, ഹായ് സാറൊന്നും വിളിക്കല്ലേ ബ്രോ, ഏട്ടനോ അനിയനോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. അശോക് കുമാർ, ഹായ് അശോക് സാർ. I am Sri Lanka girl. Okay, Priyanka. Hi. Anfida, Rocky, hi. Munivel அண்ணா எனக்கு தமிழ் பேசத்தா தெரியும், படிக்க தெரியாது. அருண் சைத், hi bro, hi Rajesh bro, it's me Lies, hi Lies. Said Nandu Narayanan Panikkar, hi Arnada, hi bro Nandu bro. KMN Andhra Hotel, hi Priyanka, you are very beautiful, thank you. Arpita, hi. Subin, hi. Minus, hi. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ ലൈവിൽ വരുമ്പോൾ അല്ല ഒരു വീഡിയോ ആയിട്ട് ഇടണമെന്ന് വിചാരിച്ചതാണ്. നമ്മുടെ ഈ ഇപ്പോഴത്തെ ബൈപ്പാസ്, അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എന്നാണ് പറയുന്നത്. ആ ഒരു ബൈപ്പാസ് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 100-ലേറെ ആക്സിഡൻറ്റ്, അതായത് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു അപകടത്തിൽ മിക്കതും ഓവർ സ്പീഡും കാരണങ്ങളൊക്കെ ആയിരിക്കും. ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ കുറ്റിപ്പുറത്ത് പാലം, അതിന് 2-3 ആഴ്ച മുന്നേ കോട്ടയ്ക്കൽ നമ്മളെ ചങ്കുവെട്ടി ആ ഒരു ഏരിയയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പാർസൽ ലോറി വന്നിട്ട് കുറേ വണ്ടി കാര്യങ്ങളൊക്കെ ഇടിച്ച് തമർത്തി എന്താ പറയുക പൊളിച്ചടക്കി. ഒരു രക്ഷയില്ലാത്ത രീതിയിലൊരു ആക്സിഡൻ്റ് ആയിരുന്നു. അതേമാതിരി ഇന്നലെ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞതാ പാലത്തിൻ്റെ പണി. ഞാൻ എന്താ വെച്ചാൽ ഇന്ന് എനിക്ക് തലശ്ശേരി വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ തലശ്ശേരി പോകേണ്ട സമയത്ത് ഞാൻ ഈ പാലത്തിൻ്റെ പണി പറയാൻ വേണ്ടി ചെല്ലട്ടോ, ഞാൻ കണ്ടില്ല അടക്കി അല്ല അതിപ്പോൾ ജിസ്മോളിപ്പോൾ ചോദിച്ച മാതിരി ഞാനത് ഇപ്പോൾ
കുറ്റിപ്പുറം പാലം പൊളിഞ്ഞ കാര്യം പറയാനല്ല ഇനി വന്നത്. എനിക്ക് ശരിക്കും അവിടുത്തെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഈ ഒരു പാലം, ഈ ഒരു ബൈപ്പാസ് തുടങ്ങിയതിനു ശേഷം കുറേ അപകടങ്ങളും കാര്യങ്ങളും. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, കുറ്റിപ്പുറത്ത് ഒരു 3-4 കാറ് മറിഞ്ഞ് എല്ലാം കൂടി പൊളിഞ്ഞടക്കി. ഈ ഒരു ബൈപ്പാസിൻ്റെ രീതിയിൽ വന്നതുകൊണ്ട് പല അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ ഞാനിവിടെ പറയാൻ കാരണം വെച്ചാൽ, ഇന്ന് ഞാൻ തലശ്ശേരി പോകുന്ന സമയത്ത് ഞാൻ ബൈപ്പാസ് കൂടിയാണ് പോയത്. ബൈപ്പാസ് കൂടി ചെയ്യുമ്പോൾ ഞങ്ങളെ കൊയിലാണ്ടി കഴിഞ്ഞ് കുറച്ചൊരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നന്ദി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് ഈ ബൈപ്പാസ് ചെന്ന് മുട്ടുന്നത്. ആ ഒരു ഏരിയയിൽ എത്തുമ്പം അവിടെ കുറച്ച് ആൾക്കാർ ഒരു ടെൻറ്റൊക്കെ അടിച്ചിട്ട് അവിടെ നിരാഹാര സമരം നടത്തുന്നതെന്ന് വെച്ചാൽ, അവരെ വീട് അതിൻ്റെ തൊട്ട് മുകളിലാണ്. കാരണം ഇതൊരു വീടാണെങ്കിൽ തൊട്ട് ഇവിടം വരെ, അതായത് ഈ ഒരു എഡ്ജ് വരെ മതിലാണ്, താഴോട്ട് ഇത്രയും താഴ്ചയാണ്. അത്രയും ഭാഗം ഈ ബൈപ്പാസിന് വേണ്ടി എടുത്തു. അപ്പോൾ ഏത് നിമിഷവും അവരെ ആ ഒരു വീടോ കാര്യങ്ങളോ അതായത് താഴോട്ട് വീഴുന്ന രീതിയിലുള്ള സമരം തോന്നുന്നു. എനിക്ക് കറക്റ്റ് കണ്ടില്ല, അപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടോ, ഈ ബൈപ്പാസ് വരുന്നതിനെ കൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എടുക്കണം തോന്നിയിരുന്നു. ഇതുവരെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അത് പറയണം തോന്നി പറഞ്ഞു കേട്ടോ. ആനപ്രാന്തൻ കോപ്പ് അത് തന്നെ ഞാനും പറഞ്ഞു. സെയ്ദ് ഹായ്ഡാ. അഞ്ജലി ഹസ്ബൻഡാണോ? അല്ല, റോക്കി. കണ്ണൻ്റെ പടം വരയ്ക്കുന്നില്ല ജസ്ന ചേച്ചി, ദൈവം തന്ന കഴിവ് നിർത്തരുത് ചേച്ചി. അൻഫിദ എൻ്റെ പടച്ചോനെ. മിന്നൂസേ സോറിടാ, എന്താ പറയുക, ഞാൻ അവരെ കുറേ നേരം കുത്തിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അവരുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു പോയതാ. അപ്പോൾ എല്ലാവരോടും സോറി, മോഷിപ്പിച്ചതിന് സോറി. എന്താ നിങ്ങളുടെ റിലേഷൻഷിപ്പ്? എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മോളാണ്, കസിൻ സിസ്റ്ററാണ് എൻ്റെ. സുബിൻ ഗുഡ് നൈറ്റ് ബോ. സെയ്ദ് ഹായ്ഡാ. അരുൺ കല്യാണം വിളിക്കുമോ? ബസർഖാൻ സോറിടാ, നമ്പറില്ല. അപ്പോൾ സത്യത്തിൽ മറന്നു പോയതാണ്. ജൂൺ 1 ജൂൺ അല്ലേനോ? 21 അപ്പോൾ ഭാസ്കരനായി പോകും ചില സമയത്ത്. ബസർഖാൻ നമ്പർ അറിയാലോ, 9207807416. ഒന്ന് വിളിക്കും. കുഞ്ഞിക്കാദർ പളനി മച്ചാനെ, കൈ ഒടിഞ്ഞത് ഒക്കെ എന്തായി? കൈ ഒടിഞ്ഞതല്ലായിരുന്നു, പൊട്ടിയതായിരുന്നു. അതിന്റെ ചെറിയൊരു ഇത് ഇവിടെ മാത്രമേ ഇനിയിപ്പുള്ളൂ. ഈ ഒരു ഫിംഗർ അതെത്ര കാലം, അതല്ല കൈ പൊട്ടിയതായിരിക്കും പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഭക്ഷണം കഴിച്ചോ? ഒപ്പം കഴിച്ചതാ ലൈവിലേക്ക് വന്നിട്ടേ ഉള്ളൂ. കുറേ ഞാനും വരാതെ ഉള്ളത്തേക്കാണ് വരുന്നത്. ഒന്നാമത് ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം ടയേർഡാവും. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് എത്തുമ്പോഴേക്ക് ഒരുപാട് സമയമാവും. ഐശ്വര്യ വീണ്ടും ലൈവിൽ വന്നു. ഇവനെ കിട്ടിയപ്പോ ലൈവ് കയറിയതാ. ഐശ്വര്യ ബസ് നമ്മളെ നാദാപുരം. ഹായ് എടി, എവിടെ കണ്ടാലും നല്ലെടുത്തെറിഞ്ഞോളൂ. വേണ്ടി സുബിൻ സുഖമാണോ? സുഖം. ഷംന എവിടുന്നാ മാരേജ് ചെയ്യുന്നത്? ഒക്കെ പറയാം. ഒന്ന് കുറച്ചൊന്ന് രണ്ടാളും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയിൽ ഇപ്പൊ നിന്നോണ്ടിരിക്കുക. അതൊന്ന് ഫൈനലി ഇഷ്യൂസ് ബ്ലോഗ്. എൻ്റെ മോൾക്ക് ഒരു ഹായ് മോളൂസേ. പക്ഷേ ഇന്ന് ഡ്രോയിങ് ഇല്ലേ? കഴിഞ്ഞതാ വരച്ചടച്ച് ഉണങ്ങാൻ വെച്ചിട്ട് ഇങ്ങനെ കുത്തിരിക്കുകയാണ്. കല്യാണം നമ്മളോട് പറഞ്ഞില്ലേ? പറയും. ഞാൻ രാവിലെ എത്ര മണിക്കാണ്? 7:15 8 മണിക്കല്ലേ? 7:13 8 മണി. അവർ 8 മണിക്കാകുമ്പോൾ ഏകദേശം ഉള്ളിലെത്താം. ഞാൻ കത്ത് തരുന്നുണ്ട്, ഒക്കെ അടിച്ച് റെഡിയാക്കട്ടെ. ബസർഖാൻ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഹായ് ബസർ ബോ. കൊറേ ആൾക്കാർ പാര വെച്ചടോ, എന്തോ ഒരു അവൽക്കാർക്കും അറിയില്ല. മോനും വർഷമൊക്കെ പറഞ്ഞു സഞ്ജു. എന്ത് ആദ്യം കല്യാണം കഴിച്ച വർഷം. കുഞ്ഞിക്കാദർ വരയ്ക്കൽ നിർത്തരുത്. ആരെന്ത് പറഞ്ഞാലും അതെന്തിപ്പോ ഞാൻ പറഞ്ഞാലും അവള് നിർത്തുന്നില്ല, എങ്കിലും അല്ല. അൻസിൽ ഹായ്. ശിവപ്രസാദ് ഹായ്. അൻഫിദ ജസി മുണ്ട് ഞാൻ മുണ്ടാം. മിണ്ടാനാ സംസാരിക്കാനാ. ശ്രീനാഥ് ബസ് റൂട്ട് ഏതാ? കുറ്റിയാടി കോഴിക്കോട്. നാളെ ബസ്സിലാണ്. എടാ വെച്ചടാ ഓഡിറ്റോറിയം ആണോ? ആ ഓഡിറ്റോറിയത്തിൽ നിന്നേ ഉണ്ടാവുള്ളൂ. വീട്ടിൽ സൗകര്യമില്ല. വീട്ടിൽ സൗകര്യമില്ലായിട്ടില്ല കേട്ടോ. നമ്മളെ ഇന്ത്യ ആയ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കോളനിയാണ്. അപ്പോൾ അവിടെ ഓവർ സ്പേസ് ഉണ്ടാവില്ല. അപ്പം തലേ ദിവസം അവിടെ തന്നെ കല്യാണം, ഓഡിറ്റോറിയം.
പക്ഷെ ചെറിയൊരു പ്രശ്നമായിട്ട് നിൽക്കാതെ നിങ്ങൾ പ്രാർത്ഥിക്കുക അതൊന്നും മാറാൻ വേണ്ടിയിട്ട്. ഒരു ഡേറ്റിന് ചെറിയൊരു ചേച്ചി ഐ ലവ് യു. ഓ നൂർദീൻ കല്യാണം ഞങ്ങളോട് പറയണം. ഓക്കെ പറയാം. സുബിൻ പി എസ് ടാറ്റ ടാറ്റ. ലിലി ജോസഫ് ഹായ്. ഫാത്തിമ റിഫ ഫാത്തിമ നിന്റെ ഹസ്ബൻഡ് ആണോ? അല്ല, നിന്റെ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം പ്രായമുള്ളായിരിക്കും. ശ്രീനാഥ് യുവർ ഹോം കാലിക്കറ്റ്. ഷാജി വല്ലാത്തി ജാട തന്നെ. ഐശ്വര്യ എല്ലാം ഭംഗിയായി നടക്കട്ടെ. ഓക്കെ താങ്ക് യു ഐശു. ഐശു നേരിട്ട് കാണുമ്പോൾ എല്ലാ ഡീറ്റെയിലും പറഞ്ഞുതരാം കേട്ടോ. ചോദിച്ചോളൂ കണ്ടി. എന്താ മുഹമ്മദ് ഷെയ്ഖ് ഹായ്. അൻഫിദ അതൊക്കെ ശരിയാവും. ഓക്കെ താങ്ക് യുടാ. നൂർദീൻ ലൈഫ് അടിച്ചു പൊളിക്കും. താങ്ക് യു. കാണുന്നുണ്ടോ? ഞാൻ കാണുന്നില്ല. ഷംന ഹസ്ബൻഡ് എവിടെ? ഇതാ ഹസ്ബൻഡ് ദുബായിൽ ദേരയിലാണ്. ഹസ്ബൻഡ് അതുൽ കൃഷ്ണ ഹായ് ഫ്രണ്ട്സ്. ഹായ് ബ്രോ. ലില്ലി ജോസഫ് ചേച്ചി സൂപ്പറാണോ കേട്ടോ. വെള്ളിയാഴ്ച അല്ല ശനിയാഴ്ച. ശനിയാഴ്ച രാവിലെ. വെള്ളിയാഴ്ച പുലർച്ചെ വരും. വെള്ളിയാഴ്ച പുലർച്ചെ അല്ല ശനിയാഴ്ച. വെള്ളിയാഴ്ച പുലർച്ച. കൈറ്റ് ബ്ലോഗ്സ് എന്താ മോനെ? വെള്ളിയാഴ്ച ശനിയാഴ്ച പപ്പ വരിക. വെള്ളിയാഴ്ച പുലർച്ചെ. വെള്ളിയാഴ്ച പുലർച്ചെ അല്ല ശനിയാഴ്ച രാവിലെ. അതായത് വെള്ളിയാഴ്ച 24 ഡേറ്റ് അല്ല 24 സമയം. 12 കഴിഞ്ഞ് 13 1 1 മണിയാണ് കാണിച്ചിരുന്നത്. റെയിൽവേ ടൈമാ വരിക. ഐഷ അൽവി ഓഹി കണ്ണത്തി കാശുണ്ടാക്കിയവൻ. ഐഷ ബിപ്പാത്തോ ബസർഖാൻ കല്യാണം കഴിഞ്ഞിട്ട് അവളെ കൂട്ടി ഇതിലേക്ക് വലിച്ചയക്കരുത്. കണ്ടവർ തെറി പറയാൻ അവസരമുണ്ടാക്കും. ഒരിക്കലും ഇല്ല. ഓളെ കാണിക്കേ ചെയ്യൂല. ജസ്ന ചേച്ചി വീട്ടിൽ കൊടുത്തേക്ക്. ഷാനി എന്താ ശനിയായിരിക്കും. ജസ്ന ചേച്ചി വിട്ടേക്ക്. വിട്ടുകൊടുത്തേക്ക്. ശനിയായിരിക്കും. ശനിയാണോ ചൊവ്വയാണോ എന്ന് അറിയില്ല ഐശു. എന്തായാലും അതല്ല കല്യാണത്തിന്റെ കാര്യം പറയുന്നത്. കല്യാണത്തിന്റെ എന്തായാലും ജൂൺ 15 എന്തായാലും ഉണ്ടാവും. അന്നെന്റെ പിറന്നാളാ. ആരെ അതാ പറഞ്ഞ അന്ന് അതിനുള്ളിൽ ഉണ്ടാവും. കല്യാണം ആയതുകൊണ്ട് വരാണോ ഹസ്ബൻഡ്? അതാരാ ബുദ്ധി ഉണ്ടല്ലേ. അരുൺ എന്നാണ് മാരേജ് ഡേറ്റ്? ചെറിയ ജൂൺ 1 ആയിരുന്നു ഉറപ്പിച്ചത്. അതിനിടയിൽ കൂടി കുറച്ച് ലോക്കൽ ടീംസ് വിളിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് മാറിപ്പോയി. അങ്ങോട്ട് ഒരു താല്പര്യക്കുറവൊക്കെ വന്നു. പക്ഷെ ഇപ്പൊ മാറിട്ടോ. റെഡിയായി. ഹായ് ചേച്ചി ചേട്ടാ രണ്ടാൾക്കും സുഖമാണോ? എന്തൊക്കെയാണ്? ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ചേട്ടാ ചേച്ചി. ഞങ്ങളും കഴിച്ചു ചേട്ടാ ചേച്ചി. പീപ്പാത്തു പഞ്ചായത്ത് കിണർ നിന്റെ ഉമ്മ. എൻ്റെ പീപ്പാത്തു ഇത്രയും നേരം നല്ല രീതിയിലാണ് പറഞ്ഞത്. എനിക്ക് വേറൊരു നാവുണ്ട്. അതിൻ്റെ പീപ്പാത്ത് എടുക്കരുത്. മോള് പഞ്ചായത്ത് കിണറെന്നോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീൻ്റെ ബ്ലോക്കിൽ നിന്നോ വെള്ളം വരുന്ന വണ്ടി എന്നൊക്കെ പറയുമ്പോൾ സ്വന്തം ഉപ്പാനും ഉമ്മാനും പറയാം കേട്ടോ. പീപ്പാത്തോ ആയിഷ ആൽവി എടാ തന്ന എടോ തന്നെ കൂടി ഇവിടെ കൂടെ കൂടണോ? മുസ്ലിമിൻ്റെ മാനം കളഞ്ഞവൻ. ആയിഷ ആൽവി നിൻ്റെ ഉമ്മയും ഉപ്പയും മുസ്ലിമാണോ? എൻ്റെ അച്ഛൻ മുസ്ലിമാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ കൂടെ കൂടിയിട്ട് മാനം കളഞ്ഞതൊന്നും തോന്നിക്കില്ല കേട്ടോ. ആയിഷ ആൽവി നീ നിന്റെ ഉമ്മാനെയും ഉപ്പാനെയും പഠിപ്പിച്ചാൽ മതി കേട്ടോ. പോ മോളെ. ശ്രീനാഥ് ജസ്നത്ത ഹോം എവിടെ? കൊയിലാണ്ടി. ഞാൻ കുറച്ചും താഴോട്ടടിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ആരൊന്നും നോക്കിയില്ല ഇസു. എല്ലാവരും നല്ലത് പറയുക. ഇല്ലടാ ഇസുവോ എന്താ വെച്ചാൽ ചില ആൾക്കാർ നല്ലത് പറയുന്നത് വെച്ചാൽ തന്തയ്ക്കും തള്ളയ്ക്കും പിറന്ന പോലെ നല്ലത് പറയും. അല്ലാത്ത ആൾക്കാരെന്താക്കും? മോശമേ പറയും. പിന്നെ ഞാൻ പറയും പിന്നെ ചിലർ ചിന്തിക്കും ഇനി പറയുന്നുണ്ടല്ലോ എന്ന്. തന്തയ്ക്കും തള്ളയ്ക്കും പറക്കാത്ത ആൾക്കാർ ഇമ്പോഴോട് മോശം പറയുമ്പോൾ തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞ ആൾക്കാർ പറഞ്ഞതിന് കുഴപ്പമില്ല. ലൈക്കല്ലേ? ഒന്ന് അടങ്ങടാ മൈര പെണ്ണിന്റെ ടാങ്ക് വലിച്ച് നടക്കുന്നു. പീപ്പാത്ത് എന്തായാലും പെണ്ണല്ല എന്ന് മനസ്സിലായി കേട്ടോ. പൊലിയാടി മോനെ. ഇനി ഏത് അറ്റം വരെ പോയാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് നമ്പർ ഇനി ഞാൻ കൊടുത്തിട്ടുണ്ട്. പീപ്പാത്തു എന്ന് പറഞ്ഞ് അതുണ്ടാവുമല്ലോ. അപ്പൊ ഈ പീപ്പാത്തു എന്ന് പറഞ്ഞ മൈര മോനൊരു കാര്യം ചെയ്യാ. ഏട്ടന്റെ നമ്പർ ഇതിൽ കൊടുത്തേക്ക്. എനിക്ക് ഇനി ഇതിലും കൂടുതൽ എനിക്ക് പറയാൻ അറിയാണ്ടല്ല. ഇതിൽ എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെല്ലാം കൊണ്ട് ഞാൻ കുറച്ച് അതുകൊണ്ട് പീപ്പാത്തു തന്തയ്ക്ക് പെറുക്കാത്തവനാണെന്ന് എനിക്ക് മനസ്സിലായി.
നീ പെണ്ണല്ല, നീ ആണും പെണ്ണും കെട്ടതാ കേട്ടോ പീപ്പാത്തോ. നീ അത്ര തൻ്റെ ഇടല്ല തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായതാണെങ്കിൽ എന്റെ നമ്പറിലേക്ക് വിളിക്കട്ടോ. അരുൺ കൂൾ അവർ പറയട്ടെ മൈൻഡ് ഐശോ സത്യം പറയാലോ മാക്സിമം ഞാൻ താവലുണ്ട്. ഐശു എത്ര പ്രാവശ്യം എൻ്റെ വണ്ടി കയറിക്കുന്ന എനിക്ക് ഓർമ്മയില്ല. എന്തായാലും വൈറ്റ് സ്റ്റോണിൽ ഞാനുള്ള സമയത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് സ്റ്റോണിൽ ഞാൻ ഏതെങ്കിലും പെണ്ണുങ്ങളോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആണുങ്ങളോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോട് ദേഷ്യം പിടിക്കുന്നതോ കച്ചറുണ്ടാക്കുന്നതോ കണ്ടിക്കോ. അല്ല അതല്ലാണ്ട് ഒരാളോടും തോന്നിയാസം പറയാൻ കാര്യം കേട്ടില്ലല്ലോ. ഇങ്ങോട്ട് കയറി ചൊറിയാൻ വന്നാൽ ഏതോനാണെങ്കിലും ഞാൻ ചൊറിയും. അത് ആക്കുണ്ടായിട്ടും അല്ലെങ്കിൽ തൻ്റെ ഉണ്ടായിട്ടും ആൾബലുണ്ടായിട്ടും ഒന്നുമല്ല. എനിക്ക് എൻ്റെതായ ഒരു ക്യാരക്ടർ ഉണ്ട്. അതുകൊണ്ട് ഐശോ പറഞ്ഞു പോകുന്നത്. അപ്പോൾ എന്തായാലും സോറി ഐശോ, പറ്റിപ്പോയി. ഐശുവിനോട് ഒരാളോട് മാത്രല്ല, ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാരോടും ജയലക്ഷ്മി അത് നിന്റെ തന്തനോട് പറടാ. പിന്നെയും തുടങ്ങി. ഒന്ന് പോയി കിടക്കടാ. സുബൈദ ഹായ് ഹായ്ഡാ, നിങ്ങൾ കപ്പിൾസ് ആണോ? അല്ലടാ ലിലി ജോസഫ് ചേട്ടൻ പൊളി, താങ്ക് യുടാ. പിന്നെ ഒരു കാര്യം എന്റെ പീപ്പാത്തോ, ഞങ്ങളെ കളിയും കൊണ്ട് നീ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരണ്ടല്ലോ. നീ പീപ്പാത്ത് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരുന്നതിനെ കൊണ്ടല്ലേ ഞാൻ ഇപ്പോഴും പറഞ്ഞു. നീ നെഗറ്റീവ് അടിക്കുന്ന തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായതാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കടാ. എന്റെ നമ്പർ ഞാൻ കൊടുത്തില്ലേ, 9207807416. അസൽ അണ്ടിക്ക് ഉറപ്പുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായതാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കും. അതാ പീപ്പാത്ത് ചെയ്യണ്ട കേട്ടോ. പീപ്പാത്ത് മാത്രല്ല ഇപ്പൊ ഒരാളും കൂടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ എന്തായിരുന്നു, ഒന്ന് പോടാന്ന്. എന്താണ് പീപ്പാത്തോ? അപ്പൊ അണ്ടിക്ക് ഉറപ്പുള്ള തന്തയും തള്ളയല്ലാതെ മനസ്സിലായി. കൂടുതൽ പറഞ്ഞാൽ ക്ഷീണായിപ്പോ. എന്തെങ്കിലും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ എന്നെ പറ്റി ഇതാക്കും. ബ്രോസ് ലൈവ് ഹായ് ബ്രോ. അപ്പൊ ഗായ്സ് ഞങ്ങൾ മെല്ലെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അതാ നല്ലത്. സരസ്വതി മാത്രമേ ആടുന്നുള്ളൂ. എടാ ഓലപ്പാമ്പ് കേട്ടി പേടിക്കല്ല പീപ്പാത്തോ. ഇനി പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഉണ്ടായത് എന്തായാലും എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും അല്ലാന്ന് മനസ്സിലായി. അന്നെങ്കിൽ എൻ്റെ തന്ത എൻ്റെ തള്ളയ്ക്ക് ഇഞ്ചക്ഷൻ എങ്ങാനും വെച്ചിട്ടുണ്ടായതായിരിക്കും പീപ്പാത്തു. അതല്ലെങ്കിൽ വേറെ ആർക്കും ഉണ്ടായതായിരിക്കും പീപ്പാത്തു. അപ്പൊ പീപ്പാത്തു ഒരു കാര്യം ചെയ്യും, ഇനി ഒലപ്പാമ്പ് കാണിച്ച് പീഡിപ്പിക്കാന്നൊക്കെ പറഞ്ഞില്ലേ. ഇനി ധൈര്യമുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായതാണെങ്കിൽ ഇങ്ങോട്ട് വിളിക്കിട്ടോ. അപ്പൊ ബൈ ബൈ. അപ്പൊ ബൈ എല്ലാരോടും ബൈ. എല്ലാരും നല്ല ഔഷധമുള്ള പെണ്ണല്ല, ഇനി പെണ്ണും ആണും അല്ല, ആണും പെണ്ണും കേട്ടതായി. ഓക്കെ അല്ല ഓള് ഉശിലുള്ള പെണ്ണാന്ന്. ഞാൻ അത്ര ഉശിലുള്ള പെണ്ണാണെങ്കിൽ അതിന്റെ മോളെ വിളിക്കുന്ന കേട്ടോ. ബൈ. ഇതിലും കൂടുതലാണെങ്കിൽ എനിക്ക് ആൾക്കാർ, എനിക്കുള്ള ഇഷ്ടമുള്ള ആൾക്കാർ ഗുഡ് നൈറ്റ്. അശു ഗുഡ് നൈറ്റ്. സോറി ഞാൻ വെക്കുക, ഞാൻ പോവാ.